എല്ലാ സ്കൂളുകൾക്കും മാതൃകയായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇന്ന് വന്നേക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലല്ല സ്കൂളിൽ ബർത്ത്ഡേ ഉള്ള കുട്ടികൾക്ക് എല്ലാവരുടെയും കൂടി എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലെ കുട്ടികൾ, ടീച്ചർമാർ, PTA അംഗങ്ങൾ അവരാരുടെ ബർത്ത്ഡേ ഉണ്ടോ ആ എല്ലാ ബർത്ത്ഡേയും കൂടിയും ഒരു മാസത്തിൽ ഒരു ദിവസം ആഘോഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസമാണ് എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ ചില കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു കേക്കൊക്കെ മേടിച്ച് അത് ആഘോഷിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കുറച്ച് മിഠായി കൊണ്ടുവരും, മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതും എല്ലാ കാര്യങ്ങളും വരുമ്പോൾ എല്ലാവർക്കും ഒരു നിരാശ ഉണ്ടാവില്ല മറ്റുള്ള കുട്ടികൾക്ക്. ഇപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ന് മിഠായിട്ട് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടി എല്ലാവരും കൂടി ഒറ്റ ദിവസം, അപ്പോൾ എല്ലാവർക്കും മിഠായി, എല്ലാവർക്കും കേക്ക്, അങ്ങനെ കാര്യങ്ങളെല്ലാം കിട്ടും. ആ ഒരു സന്തോഷം ആ ദിവസം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കണം. നമുക്ക് ആ ദിവസത്തിലേക്ക് പോവാം. അറിയാം. സൽമാൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തേ. മിഠായിയൊക്കെ തരാട്ടാ. നിങ്ങളിതൊന്ന് കണ്ടോട്ടോ. ഗവൺമെൻറ് സ്കൂളാണെന്ന് ആരെങ്കിലും പറയോ? ഇവിടെ വന്നപ്പോൾ എന്തേ മന്തി ഇലയിൽ ഊണ് അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ ക്ലാസ്സിലും ബെഞ്ചും ഡെസ്കൊക്കെ പ്രത്യേകത ഉണ്ട് കേട്ടോ, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൻ്റെയൊക്കെ നിലവാരങ്ങൾ ഇപ്പം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതിനെ അപേക്ഷിച്ച് ഭയങ്കര മാറ്റങ്ങൾ വന്നെന്നുള്ളതാണ്. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നേക്കുന്ന സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് LP സ്കൂളാണ് കേട്ടോ. ഇതാണ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയം. 540ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കണം. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ട്, അവരുടെ മാതാപിതാക്കളൊക്കെ ഉണ്ട്. കുറച്ച് സെക്ഷൻ കൊണ്ട് കൊടുക്ക്. എന്നാ വെൽക്കം. ആ കൊടുത്തോ, വെൽക്കം. ആ കയ്യേരോ എന്നാ കയ്യന്നെ എന്താ വെൽക്കം. ഇതെല്ലാവർക്കും ഈ നേരാണ് കൊടുത്തോ, കുഴപ്പമില്ല. എല്ലാവർക്കും കിട്ടിയ അവിടെ വെൽക്കം. ഹായ് 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 ഹായ്. ആ ഹാപ്പി ബർത്ത്ഡേ. ആ പൊലി. എന്റെ ബർത്ത്ഡേ. മറ്റു അധ്യാപകരെ, രക്ഷിതാക്കളെ, SMC PTA ഫെഡറേഷനാണ് നടക്കുന്നത്. അതിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അൽസാജ് ഷിയാസ്ഖായാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യമായി അൽസാജ് ഷിയാസ്ഖാനെ ഈ വേദിയിലേക്ക് ആർദ്രപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കൈയടിക്കേ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഉദ്ഘാടകനായി എത്തിച്ചേർന്ന ശ്രീ ഷിയാസ് ഐസക്, മറ്റു PTA SMC കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലേ? അതെ, 2024 ജനുവരി മാസത്തെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആദ്യമായി തന്നെ
ഇവിടെ പിറന്നാൾ ആഘോഷം ഉദ്ഘാടനത്തിനായി നമ്മുടെ നാട്ടിലെ ഐസ്ലൻഡ് ഹോട്ടൽ അറിയാമോ? ആ, എല്ലാവർക്കും അറിയാം. എല്ലാവരും പോയി നന്നായി ഫുഡൊക്കെ അടിച്ച് നടക്കുന്നതാ ആണോ? ആ, അതെ. അപ്പൊ അദ്ദേഹത്തെ തന്നെ നമുക്ക് വിശിഷ്ട അതിഥിയായി ഉദ്ഘാടകനായി എത്തിയിട്ടുണ്ട്. അപ്പോ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസ് ആൽസജിനെ സ്കൂളിന്റെ പേര് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സിറാജ് ഉസ്മാനെയും ഈ സംസാരിക്കും. ഹലോ, നിങ്ങളുടെ ബർത്ത്ഡേ പരിപാടിയിൽ ഇന്ന് ഗസ്റ്റ് ആയിട്ട് എത്തിയാൽ പാടില്ലേ? ആരത്? ആ, ഷിയാസിനെ കൊണ്ടുവന്ന മിഠായിയാണ് ഇപ്പൊ നിങ്ങൾക്ക് തരണേ. അപ്പൊ ഇനി നമ്മുടെ ബർത്ത്ഡേ പരിപാടിയിലെ സെലിബ്രേഷൻ ഷിയാസ്കാരുടെ കൂടെ അടിച്ചു പൊളിക്കല്ലേ? എല്ലാവരും കൈയ്യടിക്ക്. അപ്പൊ നമുക്ക് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഷിയാസ്കാരെ ക്ഷണിക്കാണ്. ഓക്കെ? ഹായ്, എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. അതെ, പുറമേ നോക്കുമ്പോൾ നിങ്ങൾ ഷിയാസ് അൽസാജ് എന്ന് പറയുമ്പോൾ അയാളെന്തോ സംഭവമാണ്. വലിയ സംഭവമൊന്നുമില്ല, പഠിത്തമൊന്നുമില്ലാത്ത ഒരാളാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അതിൻ്റെ ഒരുപാട് പോരായ്മകൾ ഞാൻ അനുഭവിക്കണതാണ്. നിങ്ങൾ നല്ലോണം പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. ബിസിനസ്സും പഠിത്തവും പഠിച്ച് നല്ലൊരു ജോലി കിട്ടലും ബിസിനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിച്ച് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് കുടുംബമായിട്ടും എല്ലാവരുമായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് സമയം കിട്ടും. ബിസിനസ്സിൽ ഉറക്കം, കുടുംബം ഇതൊക്കെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ നല്ലോണം, നല്ല രീതിയിൽ പഠിച്ച് മൊബൈലിൽ കളിക്കൽ കുറക്കുക. മൊബൈലിൽ എന്നെ കണ്ടുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരുന്നിട്ടോ ഒരു കാര്യമില്ല. മൊബൈലിൽ കളിച്ചാൽ നമ്മുടെ ജീവിതം പാഴായി പോവുള്ളൂ. അപ്പം നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക എല്ലാവരും. ഓക്കെ, പഠിക്കോ? ആ, ഹാപ്പി ബർത്ത്ഡേ. 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 കന്നഡ കന്നഡ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ. വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആ, കഴിഞ്ഞല്ലോ. എല്ലാവർക്കും കിട്ടിയില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ബർത്ത്ഡേ ടു മേക്ക. നിങ്ങൾക്ക് ആരെയെന്നറിയാമോ?
ആരെ ആരെ ആ എല്ലാവർക്കും അറിയാലേ, സിറാജ് ഉസ്മാൻ. അപ്പം മൂപ്പരുടെ ബർത്ത്ഡേ എന്നാണ് പി ടി എയുടെ പ്രസിഡന്റ്. ആജീവനാന്ത പ്രസിഡന്റ് ആണെന്നൊക്കെ പറയണ. അയ്യോ അയ്യോ പിള്ളേർ കേക്ക് മുറിച്ച് പിള്ളേർക്ക് കേക്ക് കിട്ടിയ കേക്ക് കിട്ടിയ കിട്ടാത്തവരൊക്കെ വാങ്ങി എനിക്ക് താഴത്തേക്ക് വീഴരുത്. ഒരിക്കലും ഇങ്ങനെ കൊടുക്കും. കിട്ടാത്തവരാരൊക്കെ അത് കിട്ടിയവർ മാറ്, കിട്ടാത്തവർ പിടിക്കൂ. കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീം കൊടുക്കുന്നതാണ് കേട്ടോ. കുട്ടികളുടെ സന്തോഷം കണ്ട ലാസ്റ്റ് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കൊടുത്ത് നമ്മൾ പരിപാടി അവസാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും അടുത്ത മാസം ബർത്ത്ഡേക്ക് ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി വരും. എനിക്ക് ഭയങ്കര സന്തോഷമായി, അതുപോലെ കുട്ടികൾക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ആയിട്ട് പോന്നോട്ടെ. അവസാനം നമ്മളിതുപോലെ ഇതിപ്പോൾ പി ടി എയുടെ പ്രസിഡൻ്റാണ്. ഇതേപോലെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു കലണ്ടറും കൊടുക്കുമായിരിക്കട്ടെ ഗിഫ്റ്റായിട്ട്. അടുത്ത പ്രാവശ്യം വരാം കേട്ടാ. വരാം ഓ ഇല്ല മറക്കൂല. മറക്കൂലേ, അടുത്ത പ്രാവശ്യം വരാം.